ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു സുലൂസ് കിച്ചൻ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഈദുൽപത്രീൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുമ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തി സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടാതെ തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൻ ഒന്ന് അമർത്തിയാൽ എൻ്റെ പുതിയ റെസിപ്പി നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് ഗീ റൈസ്, അതായത് നേരിയരി എടുക്കണം. അത് എന്നിട്ട് 2-3 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തി വെക്കണം. എന്നാൽ പെട്ടെന്ന് അരഞ്ഞു കിട്ടുള്ളൂ, നല്ല വൃത്തിക്ക് അരഞ്ഞു കിട്ടുള്ളൂ. അപ്പോൾ കുതിർത്തി വെച്ച നേരിയരിയും ഒരു മുട്ടയും 2 സ്പൂണ് ചോറും 1 കപ്പ് തേങ്ങാപ്പാലും ആവശ്യത്തിന് ഉപ്പും. കുറച്ച് തേങ്ങാപ്പാൽ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്, അത് ബയ്യ ആവശ്യമുള്ളതാണ്. ഇത് നന്നായി അരച്ചെടുക്കണം. ഈ ഒരു പരുവത്തിലാണ് മാവ് വേണ്ടത്. കുറച്ച് കട്ടിയാണെങ്കിൽ കുറച്ചും കൂടി തേങ്ങാപ്പാൽ വെച്ച് ലൂസാക്കി എടുക്കണം. അതിനുശേഷം ഒരു ഇഡലി പാത്രത്തിൽ വേറൊരു പാത്രം വെച്ച് നന്നായി ചൂടാൻ വെക്കണം. നന്നായി ചൂടായി വന്ന പാത്രത്തിലേക്ക് നമുക്ക് നെയ്യ് തടവി കൊടുക്കണം. നെയ്യാണ് വേണ്ടത്, വെളിച്ചെണ്ണ ഓയിലോ ഒന്നല്ല. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ഓരോ കയ്യിൽ അരിമാവ് ഒഴിച്ച് കൊടുക്കാം. ആദ്യം ഒരു കയ്യിൽ അരിമാവ് ഒഴിച്ചതിന് ശേഷം അതിൻ്റെ മൂടി കൊണ്ട് മൂടിയിട്ട് ഒരു 2-3 മിനിറ്റ് വേവിച്ചെടുക്കണം. ഇതിപ്പം വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്ക് നമുക്ക് വീണ്ടും നെയ്യ് തടവി കൊടുക്കാം. അതിനുശേഷം നേരത്തെ എടുത്തു വെച്ച തേങ്ങാപ്പാലില്ലേ, അത് 2 സ്പൂണ് ഒഴിച്ചു കൊടുക്കാം. 2 സ്പൂൺ ഒഴിച്ചാൽ മതി, അധികം ഒഴിക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് നമ്മുടെ അപ്പത്തിന് ഫുള്ളായി തടവി കൊടുക്കണം. അതിനുശേഷം വീണ്ടും ഒരു കയ്യിൽ അരിമാവും കൂടി അതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കാം. വീണ്ടും അത് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇങ്ങനെ നമ്മുടെ അരിമാവ് കഴിയുന്നത് വരെ ലെയറായിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കണം. അങ്ങനെ എല്ലാ അരിമാവും ഒഴിച്ച് കഴിഞ്ഞ് ഇനി നമുക്കിത് മൂടിയിട്ട് ഒരു 15 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇത് അപ്പം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് തണിയാനായിട്ട് വെക്കണം. നന്നായി തണിഞ്ഞതിന് ശേഷം നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാം. അപ്പോൾ ഇതുപോലെ ഇതളായിട്ട് തന്നെ ഇത് വേർതിരിച്ചെടുക്കാൻ പറ്റും, ഓരോരോ അപ്പമായിട്ട്. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ എടുക്കാം, പിന്നെ നമുക്ക് കട്ട് ചെയ്തിട്ടും എടുക്കാം. അപ്പോൾ ഒരു കത്തി ഉപയോഗിച്ച് നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. നമ്മൾ നെയ്യിൻ്റെ ഒക്കെ മണം കൊണ്ട് നല്ലൊരു മണമുണ്ട്. നെയ്യും തേങ്ങാപ്പാലും ഒക്കെ കൂടിയിട്ടുണ്ടായതുകൊണ്ട് നല്ലൊരു മണവും നല്ലൊരു ടേസ്റ്റുള്ള അപ്പമാണ്. നല്ല ഇറച്ചിക്കറീൻ്റെ കൂടിയും ചിക്കൻ കറിനൊക്കെ കൂടാൻ കഴിക്കാൻ പറ്റിയ നല്ലൊരു അപ്പമാണ്. ഇതുപോലെ മുറിച്ചിട്ട് നമുക്ക് മാറ്റി വെക്കാം. തൊടുമ്പം തന്നെ മനസ്സിലാവും നല്ല സോഫ്റ്റാണെന്ന്. അങ്ങനെ നമ്മുടെ ഈദുൽപത്തിരി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് ഫീഡ്ബാക്ക് പറയുകയും വേണം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ ഞാൻ എപ്പോഴും പറയും പോലെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്നാമത്തെ സബ്സ്ക്രൈബും ചെയ്യണം. വീണ്ടും പുതിയൊരു റെസിപ്പിയുമായി കാണാം ഇൻഷാ അല്ലാഹ്. അതുവരേക്കും ബൈ.